ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരളത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം രാജ്യത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. അതിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1956 നവംബർ 1 കേരളം നിലവിൽ വന്നത്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. തീരദേശ ദൈർഘ്യം 550 ചതുരശ്ര കിലോമീറ്റർ. പഞ്ചായത്തുകളുടെ എണ്ണം 978. വില്ലേജുകൾ 1634. മുനിസിപ്പാലിറ്റി 87. രാജ്യസഭാ സീറ്റ് 9. ലോക്സഭാ സീറ്റ് 20. കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2. ആലത്തൂർ, മാവേലിക്കര. നിയമസഭാ മണ്ഡലം 140. കേരളത്തിലെ നിയമസഭാ അംഗങ്ങൾ 141. കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ കായലുകൾ 34. കേരളത്തിലെ ആയുർദൈർഘ്യം 73.8 വയസ്സ്. കേരളത്തിൽ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ വനപ്രദേശം കുറവുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്ക്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം പോണ്ടിച്ചേരി. കേരളത്തിൻ്റെ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഭൂവിഭാഗം മലനാട് 48%. കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി നിർമ്മിച്ച ബണ്ട് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ അധിക ജലം കടലിലേക്ക് ഒഴുക്കിക്കളയാനായി ഉണ്ടാക്കിയ സംവിധാനം തോട്ടപ്പള്ളി സ്പിൽവേ. ഇടവപ്പാതിയുടെ മറ്റൊരു പേര് തെക്കു പടിഞ്ഞാറൻ കാലവർഷം. വടക്കുകിഴക്ക് മൺസൂണിനെ കേരളത്തിൽ എന്ത് വിളിക്കും? തുലാവർഷം. തിരുവാതിര ഞാറ്റുവേലയുടെ കാലദൈർഘ്യം 15 ദിവസം. കേരളത്തിലെ താലൂക്കുകൾ 75. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. കേരളത്തിലെ കോർപ്പറേഷൻ 6. കേരളത്തിലെ നഗരസഭകൾ 87. കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരളത്തിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2. മാനന്തവാടി, സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്. കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ. സംസ്ഥാന മത്സ്യം കരിമീൻ. സംസ്ഥാന വൃക്ഷം തെങ്ങ്. സംസ്ഥാന മൃഗം ആന. സംസ്ഥാന കവി വള്ളത്തോൾ. സംസ്ഥാന ഫലം ചക്ക. സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാവികൃതി. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തളത അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപൂവ്. ആദ്യം മലയാളം അച്ചടിച്ച പുസ്തകം ഹോർത്തുസ് മലബാറിക്കസ്. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ സക്രിയയുടെ ഇതാണെൻ്റെ പേര്. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ സൈബർ നോവൽ മുകുന്ദൻ്റെ നൃത്തം. സംസ്ഥാന ഗാനം ജയ ജയ കേരള കോമളധരണി. ഈ ഗാനം രചിച്ചിരിക്കുന്നത് ബോധേശ്വരൻ. പത്മഭൂഷൺ നേടിയ മലയാളി വള്ളത്തോൾ. പത്മശ്രീ നേടിയ ആദ്യ മലയാളി പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ. തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വരാത്ത വർഷം 1965. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് എവിടെ? വടക്കൻ പറവൂർ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എണ്ണം 5. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 22. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനം എന്നാൽ 2.76%. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം 1000-ൽ 1084. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. കേരളത്തിലെ ആദ്യ IG
എൻ ചന്ദ്രശേഖരൻ നായർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. കേരളത്തിലെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കി. പത്മശ്രീ നേടിയ ആദ്യ മലയാളി പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ. ആദ്യ DGP അനന്തശയനം അയ്യങ്കാർ. കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി എറണാകുളം. കേരളത്തിലെ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഗവർണർ B. രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ രാം ദുലാരി സിൻഹ. കേരളത്തിലെ മൂന്നാമത്തെ വനിതാ ഗവർണർ ഷീല ദീക്ഷിത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ സിക്കന്ദർ ഭക്ത്. ആദ്യ മലയാളി വനിതാ ഗവർണർ ഫാത്തിമ ബീവി. കേരള ഗവർണർ ആയ ഏക മലയാളി V. വിശ്വനാഥൻ. ഭാരതരത്നം ലഭിച്ച ഏക കേരള ഗവർണർ VV ഗിരി. കേരളത്തിലെ ആദ്യ കോളേജ് CMS കോളേജ് കോട്ടയം. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങൽ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പ്രസ് CMS പ്രസ് കോട്ടയം. കേരളത്തിലെ ആദ്യ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരം. വേമ്പനാട്ട് കായൽ ആലപ്പുഴ. കുറുവ ദ്വീപ് കബനി നദി വയനാട്. വൈപ്പിൻ ദ്വീപ് വേമ്പനാട്ട് കായൽ എറണാകുളം. വെല്ലിംഗ്ടൺ ദ്വീപ് വേമ്പനാട്ട് കായൽ എറണാകുളം. ബട്ടേലി തുരുത്ത് വേമ്പനാട്ട് കായൽ എറണാകുളം. മാൻഡ്രോ തുരുത്ത് അഷ്ടമുടി കായൽ കൊല്ലം. പെരിങ്ങളം ദ്വീപ് വേമ്പനാട്ട് കായൽ ആലപ്പുഴ. മാരക്കുന്ന് ദ്വീപ് നെയ്യാർ തിരുവനന്തപുരം. മണിദ്വീപ് കരമനയാർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ മലപ്പുറം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് തിരുവനന്തപുരം. കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളം. 2016 ജനുവരി 13. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമല. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല പത്തനംതിട്ട. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ തീരപ്രദേശമില്ലാത്ത 5 ജില്ലകളാണ് ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂർ. മലയാള സിനിമാ രംഗം അറിയപ്പെടുന്നത് മോളിവുഡ് എന്നാണ്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. JC ഡാനിയലിൻ്റെ ജീവിത പശ്ചാത്തലമാക്കിക്കൊണ്ട് കമൽ സംവിധാനം ചെയ്ത സിനിമ സെല്ലുലോയിഡ്. പ്രസിഡന്റിൻ്റെ വെള്ളിമെഡൽ നേടിയ സിനിമ നീലക്കുയിൽ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലൻ. സംവിധാനം S. നൊട്ടോണി. മലയാളത്തിലെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ്റെ നിർമ്മാതാവും സംവിധായകനും JC ഡാനിയൽ. ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം പടയോട്ടം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ സിനിമ കുമാരസംഭവം. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ, ആലപ്പുഴ. ശബ്ദമിശ്ര അവാർഡ് നേടിയത് റസൂൽ പൂക്കുട്ടി, കൊല്ലം. ഓസ്കാർ നോമിനേഷൻ ലഭിച്ച സിനിമ ഗുരു. ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്. മലയാളത്തിൽ ആദ്യമായി ഭരത് അവാർഡ് നേടിയ ചിത്രം നിർമാല്യം. സംവിധാനം PJ ആൻ്റണി. ദേശീയ അവാർഡ് നേടിയ മലയാളി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സ്വയംവരം സിനിമ. കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ മലയാള സിനിമാ നായകൻ പ്രേം നസീർ. ആദ്യ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ബ്രിട്ടീഷ് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമ എലിപ്പത്തായം. കേരളത്തിലെ ശരാശരി ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് 94%. ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരം. ജനസംഖ്യയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് എറണാകുളം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ ജില്ല ഇടുക്കി. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം.
ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ സ്ത്രീ-പുരുഷ അനുപാതം ഉള്ള ജില്ല കണ്ണൂർ. സ്ത്രീ-പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല പത്തനംതിട്ട. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ തൃശ്ശൂർ. ഗ്രാമീണ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. നഗര ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല എറണാകുളം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. പട്ടികജാതി ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല പാലക്കാട്. പട്ടികജാതി ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. പട്ടികവർഗ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല വയനാട്. പട്ടികവർഗ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ജില്ല മലപ്പുറം. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി. 1-ാം വർഷ ആഘോഷം പേപ്പർ ജൂബിലി എന്നറിയപ്പെടും. 10-ാം വർഷ ആഘോഷം പിൻ ജൂബിലി എന്നറിയപ്പെടും. 15-ാം വർഷം ആഘോഷം ക്രിസ്റ്റൽ ജൂബിലി എന്നറിയപ്പെടും. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂർ. കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി. കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂർ. റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഇരവിക്കുളം. കേരളത്തിലെ ഔദ്യോഗിക മൃഗം ആന. കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളത്തിന്റെ വിസ്തീർണം? 1.18%. തിരുവാതിര ഞാറ്റുവേലയുടെ കാലദൈർഘ്യം എത്ര? 15 ദിവസം. കേരളത്തിന്റെ ശരാശരി വർഷപാതം എത്ര? 300 സെന്റിമീറ്റർ. എത്ര നീളമുള്ള പുഴകളെയാണ് കേരളത്തിലെ നദിയായി കണക്കാക്കുന്നത്? 15 കിലോമീറ്റർ. കടലുമായി ബന്ധപ്പെടാത്ത കായലുകളെ വിളിക്കുന്ന പേര് ഉൾനാടൻ കായൽ. കേരളത്തിന്റെ ഭൂവിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് വനം? 29.1%. സെക്രട്ടേറിയറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ടച്ച് സ്ക്രീൻ ഇൻഫർമേഷൻ കിയോസ്കിന്റെ പേര് സ്പർശ്. കേരളത്തിൽ കാറ്റിൽ നിന്നും എത്ര മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? 30 മെഗാവാട്ട്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കപ്പെട്ട വർഷം 1895. മുല്ലപ്പെരിയാർ പ്രശ്നം പഠിക്കാനായി നിയമിച്ച 5-അംഗ കമ്മീഷന്റെ ചെയർമാൻ AS ആനന്ദ്. കോഴിക്കോട് മുതൽ പാലക്കാട് വരെയുള്ള ദേശീയപാതയുടെ പുതിയ പേര് NH 966. തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991 ജനുവരി 1-ലാണ്. കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തൃശ്ശൂർ. കുടുംബശ്രീയുടെ സംസ്ഥാന ചെയർപേഴ്സൺ ആരാണ്? തദ്ദേശ സ്വയംഭരണ മന്ത്രി. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യത്തെ പേര് നെല്ലിക്കാംപെട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് കടലുണ്ടി വള്ളിക്കുന്ന്. കേരളം ഏതൊക്കെ ബയോസ്ഫിയർ റിസർവുകളുടെ പരിധിയിൽ വരും? നീലഗിരി, അഗസ്ത്യമല. വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാക്സ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് അകത്തുകൂടി ഒഴുകുന്ന നദി കുന്തിപ്പുഴ. 25-ാം വർഷ ആഘോഷത്തെ സിൽവർ ജൂബിലി എന്നും 50-ാം വർഷ ആഘോഷത്തെ ഗോൾഡൻ ജൂബിലി എന്നും 100-ാം വർഷ ആഘോഷത്തെ ശതാബ്ദി ജൂബിലി എന്നും വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസാണ് G-ടാക്സി, ജെൻഡർ ടാക്സി. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി, ആലപ്പുഴ. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ. കേരളത്തിൽ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ. കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കോക്കസ് ന്യൂസിഫെറേ. പ്യൂസറസ് ബൈകോർണിസ് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? മലമുഴക്കി വേഴാമ്പലിന്റെ. ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന? തായ്ലൻഡ്. കണിക്കൊന്നയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഗോൾഡൻ ഷവർ ട്രീ. ആനകളുടെ പരിപാലനം സംബന്ധിച്ചുള്ള പ്രാചീന ഗ്രന്ഥങ്ങളാണ് മാതംഗലീല, അസ്ത്യായുർവേദം.
ഉൾനാടൻ മത്സ്യബന്ധനം മെച്ചപ്പെടുത്താനായി ആരംഭിച്ച പദ്ധതി മത്സ്യകേരളം. ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല തിരുവനന്തപുരം. കശുവണ്ടി ഉൽപ്പാദനത്തിൽ കേരളത്തിന് എത്രാമത്തെ സ്ഥാനമാണ്? 4-ാം സ്ഥാനം. കാർഷിക സർവകലാശാലയുടെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരത്താണ്. ശ്രീകര, ശുഭകര, പഞ്ചമി, പൗർണമി എന്തിൻ്റെ സങ്കര ഇനങ്ങളാണ്? കുരുമുളക്. കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഇടുക്കി. അടയ്ക്ക ഉൽപ്പാദനത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല കാസർഗോഡ്. തേങ്ങ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കശുവണ്ടി കൃഷി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നത് സുഗതകുമാരിയാണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 978. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി. കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടന്നത് 1991 ഏപ്രിൽ 18-നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഏതാണ്? ഹിൽ പാലസ്, തൃപ്പൂണിത്തുറ. മലയാളത്തിലെ ആദ്യത്തെ പത്രം അച്ചടിച്ച വർഷം 1847. വേങ്ങേൽ കുഞ്ഞിരാമൻ നായരുടെ പത്രാധിപത്യത്തിൽ 1886 ആരംഭിച്ച പത്രമാണ് കേരള സഞ്ചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26-നാണ്. കേരള സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ ഏറിയ പങ്കും ഏത് നികുതിയിൽ നിന്നാണ്? വിൽപ്പന നികുതി. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചിട്ടുള്ള മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ പിറവി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത KK ഉഷ. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്ത്. കേരള പോലീസ് അക്കാദമി ഏത് ജില്ലയിലാണ്? തൃശൂർ. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരണം കൊണ്ടതെന്ന്? 1956. ക്ലാസ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.